പെയിന്റും പെൻസിലും കടലാസുമില്ലാതെ ഒരു ചിത്രം വരച്ചാലോ? അതെങ്ങനെയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഇനമുണ്ട് ചിത്രകലയിൽ. അധികമാരും പരീക്ഷിക്കാത്ത പൈറോഗ്രഫി ആർട്ടാണത്. പൈറോഗ്രഫി ആർട്ടും ആർട്ടിസ്റ്റായ ജോർജ് മാഷിനെയും നമുക്കൊന്ന് കണ്ടുവരാം. എൻ്റെ ഒരു ബന്ധു കസിൻ ഫ്രാൻസിലുണ്ട്. അപ്പം പുള്ളി അവിടെ പൈറോഗ്രാഫി ചെയ്യും. അങ്ങനെ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ തടിയും അതിൻ്റെ ടൂൾസൊക്കെ എനിക്ക് കൊണ്ട് തന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ ചെയ്യും. ഇത് കുറച്ച് പ്രയാസമാണ്. ഇത് തടി കത്തിക്കുന്ന ഒരു ആർട്ടാണിത്. അപ്പോൾ മിസ്റ്റേക്ക് വന്നാൽ ആ പലക നമുക്ക് കളയാനേ പറ്റുള്ളൂ. തീച്ചൂടിൽ തടിയിൽ പതിഞ്ഞൊരു ചിത്രകല കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല. ചെറിയ തെറ്റ് വന്നാൽ പോലും അത് മാറ്റി വരയ്ക്കാനുമാകില്ല. അതിനാൽ തന്നെ അതീവ ശ്രദ്ധ മസ്റ്റാണ്. വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പോലെ തടിയും വിദേശീയനാണ്. എനിക്ക് പുതിയ പുതിയ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ക്രിയേറ്റീവായിട്ടുള്ളതും അങ്ങനെയുള്ള കൂടുതലും കുറേയൊക്കെ ക്രിസ്ത്യൻ ഫീച്ചേഴ്സാണ്. ഒരു ലാസ്റ്റ് സപ്പർ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അത് ഏതാണ്ട് 6 മാസം എടുത്ത പടം ചെയ്യാനായിട്ട്. കാരണം അതിൽ 12 ശിഷ്യന്മാരും ക്രൈസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് അത് അതിൻ്റെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ലാസ്റ്റ് സപ്പർ പോലെ ആകത്തില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത ഇതാണ്. പിന്നെ കുറച്ച് നേച്ചറിൻ്റെ കുറച്ച് ഇതുണ്ട്. ബംഗളൂരുവിൽ കണക്കധ്യാപകനായിരുന്ന ജോർജ് 1989 നാട്ടിലെത്തി ചിത്രകലയിലേക്ക് തിരിയുന്നത്. അങ്ങനെ ചിത്രകലയിൽ അധികമാരും പരീക്ഷിക്കാത്ത പൈറോഗ്രഫി 2 വർഷം മുൻപാണ് ചെയ്യുന്നത്. വരച്ച 36 ആർട്ടുകളും ഇപ്പോൾ പ്രദർശനത്തിനും ഒരുക്കിയിട്ടുണ്ട്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.